ഹേ ഗായ്സ്, അപ്പോൾ നോറയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അത് അവിടെ തന്നെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോറയുടെ സിംഗിൾ ഫോട്ടോസ് നല്ലത് കിട്ടുന്ന പ്രതീക്ഷയായിരുന്നു എനിക്ക്. പക്ഷേ ഒരു നല്ല സിംഗിൾ പോലും എനിക്ക് കിട്ടിയില്ല, കാരണം അവൾ ഒതുങ്ങിയിരിക്കുന്നുണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്മയും മുത്തൊക്കെ അവളെ മാക്സിമം ചിരിപ്പിക്കാനും എല്ലാം നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ എന്തോ കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കോക്കോമാലിൻ്റെ പാട്ട് വെച്ചിട്ട് ചുമ്മാ ഒന്ന് പ്ലേ ചെയ്ത കേട്ടോ. അങ്ങനത്തെ കോക്കോമോയിൽ രണ്ട് ഫേവറേറ്റ് സോങ് ഉണ്ട്, അത് വെച്ച് നമ്മൾ പ്ലേ ചെയ്തിട്ട് നോറനൊന്ന് ഹാപ്പി ആക്കുക കേട്ടോ. അവിടെയാണെങ്കിലും സ്ക്രീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നോറയുടെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഭയങ്കര കളർഫുൾ തന്നെ കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇതായിരുന്നു അവിടുത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഒരു വലിയൊരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചുമ്മാ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഡാൻസിൻ്റെ ഒരു ABCD പോലും എനിക്കറിയില്ല. എന്നാലും പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അതുകൊണ്ട് 2-3 സ്റ്റെപ്പ് ഇട്ടുകയാണ് കേട്ടോ. കുറച്ച് ഓവറായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായിട്ടോ. പലരും പറയും ഞാൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ എക്സ്ട്രോവേർട്ടാണെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു സ്വഭാവത്തിൽ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ ഞാൻ ഇൻട്രോവേർട്ടും ചില കാര്യങ്ങളിൽ ഞാൻ എക്സ്ട്രോവേർട്ടും ആട്ടോ. അങ്ങനത്തെ ഇവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയ കാരണം കേട്ടോ ഞാൻ ഇത്രയും ഡാൻസ് കളിച്ചത്. അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഡാൻസ് കളിക്കില്ല, കാരണം എനിക്ക് കുറച്ച് നാണം കൂടി ടൈപ്പാണ്. അങ്ങനത്തെ നമുക്ക് തന്നിരിക്കുന്ന 3 മണിക്കൂറിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നോറയുടെ ബർത്ത്ഡേ ശരിക്കും കളർഫുള്ളാക്കി. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.